ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എന്നെ കാണുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മുടെ ചാനൽ കൂടി നമ്മൾ വർക്കൗട്ട് സംബന്ധമായിട്ടുള്ള വീഡിയോകളും അതിനൊക്കെ തന്നെ ഫിറ്റ്നസ്സും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പം ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ സത്യത്തിൽ കുറച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണുമായിരുന്നു, നല്ല പ്രതികരണമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ വീട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യുന്ന രീതികളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട് നമ്മുടെ ചാനൽ വളരെ താപ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്കറിയില്ല എന്താണ് കാരണമെന്നുള്ളത്. കാരണം വ്യൂസൊന്നും തീരെ വരുന്നില്ല. അപ്പം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു അത്. കാരണം നമ്മൾ നല്ല നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ അല്പം മടി കാണിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പല വ്ളോഗുകളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യവുമില്ലാത്ത ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചിട്ട് ഒരുപാട് ലക്ഷങ്ങളൊക്കെ വ്യൂസും റീച്ചും കിട്ടി മുന്നേറുന്ന ചാനലുകളെക്കുറിച്ചൊക്കെ നമ്മളും കാണാറുണ്ട്. ഓക്കെ, പക്ഷേ നല്ല നല്ല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും വ്യൂസും ഇല്ല, സബ്സ്ക്രൈബേഴ്സും ഇല്ല, ആരുമില്ല. അത് എന്തൊരു വിരോധാഭാസമാണെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കാരണം വ്യായാമത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നല്ല ആഹാരങ്ങൾ എങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നല്ല നല്ല സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള വീഡിയോകളിടുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനുമില്ല, മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും ഒന്നും ആരുമില്ല. വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥ. പക്ഷേ എന്നാലും എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഞാനുൾപ്പെടെയുള്ള കേരള സമൂഹം ചിലപ്പം അങ്ങനെ ആയിരിക്കാം. നമ്മൾ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഓടുന്നതായിരിക്കാം നമുക്ക് താല്പര്യം കൂടുതൽ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം അതും ഒന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ പല വീടുകളിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പം നമ്മളൊക്കെ തീരെ മെലിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന കുട്ടികളായിരുന്നു പണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഈ സ്ഥിരം ഉള്ളൊരു പല്ലവിയായിരുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നത്. അവനെ കൊണ്ടുവന്നിട്ട് വല്ല മുട്ടയും പാലും ഏത്തക്കയൊക്കെ മേടിച്ചു കൊടുക്കുക. അത് ഇപ്പോഴും ചില വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാം, ചില ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ കേൾക്കാം. അവന് ഇച്ചിരി മുട്ടയും പാലും ഒക്കെ മേടിച്ച് കൊടുക്കുക, അവന് നന്നാവട്ടെ എന്നൊക്കെ നമ്മളിവിടെ സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പം അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ മുട്ട, പാല്, ഏത്തക്ക തുടങ്ങിയ നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾക്ക്. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികളൊക്കെ നല്ല പുഷ്ടി ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടായിരുന്നു അന്ന് തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു പോഷകാഹാരക്കുറവൊക്കെ വരുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യുന്നത് അവന് പാല് മേടിച്ചു കൊടുക്കുക, മുട്ട മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏത്തക്ക മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു സ്ഥാനത്ത് നമുക്ക് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സുകളാണ്. ഫുഡ് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ അവന് തീരെ കനവില്ല, അല്ലെങ്കിൽ അവർക്ക് തീരെ കനവില്ല. ഓക്കെ, ഇന്ന സപ്ലിമെൻറ്റ്സ്, വില കൂടിയ സപ്ലിമെൻറ്റ്സുകൾ, വില കൂടിയുള്ള അല്ലാത്ത ഗുളികകൾ, മരുന്നുകൾ, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അതിന് പകരമായിട്ട് കഴിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സത്യത്തിൽ ഞാൻ ആഹാരത്തിൻ്റെ കാര്യം പറയുകയാണ്. പണ്ടത്തെ കാലത്തെ ഒരു വ്യത്യാസവും ഇപ്പോഴത്തെ കാലത്തെ ഒരു രീതിയും തമ്മിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ വീട്ടിൽ ഒരുപാട് ഈ പ്ലാവ് ഉണ്ടായിരുന്നു. പ്ലാവ് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പം ഒരുപാട് പ്ലാവ്, മാവ്, ഞങ്ങൾക്ക് തന്നെ പല സൈസ് മരങ്ങൾ, ഈ ചാമ്പയ്ക്ക, അമ്പഴങ്ങ തുടങ്ങിയ പോലുള്ള മരങ്ങൾ, ആ സൈസ് മരങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ ചക്കയൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു. ഓക്കെ, ചക്കയുടെ പല പല വിഭവങ്ങൾ എന്നുവെച്ചാൽ അന്ന് ഈ അവരൊക്കെ പറഞ്ഞ വരിക്കച്ചക്ക, പൂഴച്ചക്ക എന്നൊക്കെയാണ് ഈ ചക്കകൾക്ക് പറഞ്ഞത്. ഈ ചക്കകളൊക്കെ ദിവസേന എന്ന് വെച്ചാൽ നല്ല ഇഷ്ടം പോലെ കിട്ടുന്നു ചക്കകൾ. ഈ ചക്ക കൊണ്ട് ഞങ്ങളുടെ അമ്മൂമ്മ ഞങ്ങൾക്ക് ഈ ചക്കയപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് ഭയങ്കര പോഷകസമൃദ്ധമായിട്ടുള്ളൊരു ആഹാരമാണ്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ചക്കക്കുരു എന്തുവാന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ ചക്കക്കുരുവൊക്കെ ചുട്ട് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചക്കക്കുരു പുഴുങ്ങി ഈ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് കഴിക്കുക. ഭയങ്കര ടേസ്റ്റ് എന്ന് മാത്രമല്ല ശരീരത്തിനൊക്കെ വളരെ ഗുണകരമായിരുന്നു. അതിനൊക്കെ ഈ അമ്പഴങ്ങ, അന്നത്തെ ഞങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ എറിഞ്ഞിടുക, അല്ലെങ്കിൽ ഈ ആവണിച്ചക്ക എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ അത് എറിഞ്ഞിട്ടതിന് ശേഷം അതിൻ്റെ ചുള തിന്നുക, അതിന് ശേഷം അതിൻ്റെ ഈ കുരു എടുത്തിട്ട് അത് വറുത്ത് കഴിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇന്ന് നമുക്ക് ഏതൊക്കെ കളറുകളിൽ, ഏതൊക്കെ വർണ്ണക്കടലാസുകളിലൊക്കെ പൊതിഞ്ഞ ഭക്ഷണ സാധനങ്ങളാണ് ഈ കടകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അതൊക്കെ മേടിച്ച് കഴിക്കാനാണ് കൂടുതൽ
താല്പര്യപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിന് ഇതിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അന്നുള്ള മുത്തശ്ശന്മാർക്കൊക്കെ അറിയാമായിരുന്നു എന്ത് കഴിച്ച് ഇവനെ ശരിയാക്കി എടുക്കണം. ഇപ്പോൾ വിരശല്യം വന്നു കഴിഞ്ഞാൽ അന്ന് ഈ കപ്പയ്ക്ക, നമ്മുടെ പപ്പായ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ തോരൻ വെച്ചൊക്കെ തരും. ഈ വിരശല്യമൊക്കെ വരുന്ന സമയത്ത് ഈ വിരശല്യത്തിനൊക്കെ വളരെ നല്ലതാണെന്നായിരുന്നു അവരൊക്കെ പറഞ്ഞിരുന്നത്. നമുക്കിനി ഈ ദേഹത്ത് നമുക്ക് ഈ ചെറിയ ഈ കരപ്പൻ അങ്ങനെയുള്ള ചെറിയ ചുണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഇലകളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ടായിരുന്നു കുളിപ്പിക്കുന്നത്. എനിക്ക് അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, പകൽ പോലെ നല്ല തെളിഞ്ഞ ഓർമ്മകളാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കുളിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള നാടൻ കാര്യങ്ങളായിരുന്നു അന്ന് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതങ്ങനെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മത്സ്യങ്ങൾ കൂടുതലിട്ട്, പക്ഷേ അന്ന് ഈ ചിക്കനൊന്നും നമ്മളൊന്നും അധികം കഴിച്ചിട്ടില്ല. കാരണം ചിക്കനൊന്നും അന്ന് കഴിക്കില്ലായിരുന്നു, അങ്ങനെ വലുതായിട്ടൊന്നും കഴിപ്പില്ല. വളരെ അപൂർവ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ചിക്കൻ പോലുള്ള ഭക്ഷണ വിഭവങ്ങൾ കഴിക്കുന്നത്. നല്ല മീനുകൾ കിട്ടും, അപ്പോൾ ആ മീനുകൾ കഴിക്കും. പിന്നെ അവനൊക്കെ തന്നെ ഞങ്ങൾ വളർന്നതിന് ശേഷം പോയി ക്യൂ നിന്ന് ഈ അംഗൻവാടി കിട്ടുന്ന, വീട്ടിനടുത്തൊരു അംഗൻവാടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കിട്ടുന്ന ഈ ചോളപ്പൊടി മേടിച്ച് തിന്നാനായിട്ട് ഞങ്ങൾ കൂട്ടുകാർ ക്യൂ നിൽക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു സാധനം മേടിച്ച് കഴിക്കാനായിട്ട്. സത്യം വായിക്കൂടെ വെള്ളം ആ ചോളം. പിന്നെ അതങ്ങനെ കപ്പലണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരുന്നു കൂടുതലും കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ നമ്മുടെ ഫുഡ് സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ സംസ്കാരം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പോലും അറിയാൻ വയ്യ. അതുകൊണ്ടായിരിക്കും കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടികൾക്കെല്ലാം കുടൽ ക്യാൻസർ, എന്തൊക്കെ അസുഖങ്ങളാണ് കുട്ടികൾക്ക്, കണ്ണിന് കാഴ്ചയില്ലായ്മ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. കാരണം ഈ എൻ്റെ ബലമായ സംശയം നമ്മുടെ ഈ ഭക്ഷണ സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറച്ചൊക്കെ പഴമയിലോട്ട് മാറി ചിന്തിക്കേണ്ട സമയങ്ങളിൽ എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ ടെക്നോളജിയാണ് വലുത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടമാണ് വരുന്നത്. ശരിയാണ്, സംഭവം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ടെക്നോളജിയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യ കാര്യത്തിൽ ഇപ്പോഴും വളരെ പുറകിലോട്ട് ആണെന്നുള്ള തന്നെയാണ്. കാരണം നമ്മൾ എവിടെയാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ നല്ല ഭക്ഷണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കടകളിൽ കിട്ടുന്ന ഈ ചിക്കൻ വറുത്തതും അല്ലെങ്കിൽ ബീഫ് വറുത്തതും ഇതൊക്കെയാണോ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ഭക്ഷണമായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത്? ശുദ്ധമായ വെഡിത്തരവും മണ്ടത്തരവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് പതിവായിട്ട് കേൾക്കുന്നൊരു കാര്യമായിരുന്നു മുട്ടയും പാലും ഏത്തക്കയും. ഇപ്പോൾ എത്ര കുട്ടികൾ ഈ മുട്ടയും പാലും ഏത്തക്കയൊക്കെ കഴിക്കും? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, എത്ര കുട്ടികൾ മുട്ടയും പാലും ഏത്തക്കയും കഴിക്കും? ആർക്കും ഇതൊന്നും വേണ്ട. ഇപ്പം കുറേ കളറടിച്ച ഭക്ഷണ വസ്തുക്കളും അങ്ങനെയായിപ്പോയി നമ്മുടെ ഫുഡിൻ്റെ സംസ്കാരം. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ മാറ്റേണ്ട സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾക്കെങ്കിലും ആ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോയിട്ട് ചക്കയും മാങ്ങയും തേങ്ങയും അമ്പഴങ്ങയും നെല്ലിക്കയും ചാമ്പയ്ക്കയും ഒക്കെ അവർക്ക് അതൊക്കെ കൊടുത്ത് അതൊക്കെ അറിയിക്കേണ്ട സമയമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും നമ്മുടെയൊക്കെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജനറേഷൻ ഇനി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോലും അവർക്കൊന്നും സമയം കിട്ടത്തില്ല. ഓക്കെ, മരുന്നുകൾ കഴിക്കാതെ അവർക്ക് ഒരു ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ചാനലിന് തീരെ വ്യൂസ് കുറവാണ്, വളരെ പുറകോട്ടാണ് ചാനലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള പാവത്തങ്ങളൊക്കെ ചാനൽ നിർത്തിയിട്ട് പോകേണ്ടുന്നവരും ഒന്നാണ് തോന്നുന്നത്. കാരണം ഒട്ടും വ്യൂസിൽ നമ്മൾ ഈ ചാനലുമായിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ആരും കാണാനില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത് എഫേർട്ട് എടുത്ത് ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എന്ത് പ്രയോജനം? കാരണം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളും കാര്യങ്ങളുമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആർക്കും അതിനോട് താല്പര്യമില്ല. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. ആ സമയം മദ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന വ്ളോഗുകൾ ചെയ്താലോ എനിക്ക് തോന്നുന്നു ഒരുപാട് വ്യൂസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തോ നമുക്കതിനോട് താല്പര്യമില്ല. നമുക്ക് നല്ല നല്ല കാര്യങ്ങളോട് ചെയ്യാൻ മാത്രമാണ് താല്പര്യം. സമൂഹത്തിന് നല്ല നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് താല്പര്യം. ഓക്കെ ഫ്രണ്ട്സ്, അല്ലാതെ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് അത് ശരിയല്ല. അത് എന്നെ വിളിച്ച് അത് ഒരു മോശം പ്രവണതയായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത്. സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ ചെറിയ ഫിറ്റ്നസ് ചാനൽ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.